റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച് നമ്മുടെ കൂടെയുള്ളത് മലയാളികളുടെ സ്വന്തം ഇഷ്ട നായിക അംബിക. ചേച്ചി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആൻഡ് ചേച്ചിയുടെ ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ആ സമയത്ത് പെൺകുട്ടികൾ വരെ റോൾ മോഡലാക്കിയിരുന്നത് അംബിക ചേച്ചിയാണ്. ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാഷൻ ഈസ് ഈക്വൽ ടു അംബിക. ആ സമയത്ത് അംബികയുടെ ബ്ലൗസ്, അംബികയുടെ ഹെയർ സ്റ്റൈൽ, അംബിക നടക്കുന്നു, അംബിക അങ്ങനെ ചുരിദാർ ഇടുന്നു, എവിടെ നോക്കിയാലും അംബിക തരംഗമായിരുന്നു. ഈ ഫാഷൻ ആൻഡ് മേക്കപ്പിനോടുള്ള ഇഷ്ടം എനിക്ക് ചെറിയ വയസ്സ് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പോലും എന്താ പറയുന്നത്, ഭംഗിയും ഡ്രസ്സിങ്ങും വളരെ ഇതായിട്ടുള്ള ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര പേസ്റ്റൽ, ഭയങ്കര സോബർ കളേഴ്സ് അങ്ങനെയല്ല. എനിക്ക് എപ്പോഴും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ബ്രൈറ്റ്, അതായത് കണ്ണ് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന രീതിയിലുള്ളത് അന്ന് മുതലേ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹെയർ സ്റ്റൈൽ വരാൻ കാരണം ഈ സിനിമയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ പലതും ഇങ്ങനെ ചെയ്ത് വന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ അതിങ്ങനെ വെച്ച് കണ്ണാടി ഇടുമ്പോൾ നോക്കിയപ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യമായിട്ട് ഞാൻ സുന്ദരിയാണെന്നൊക്കെ തോന്നിയെന്നൊരു ഫീലിംഗ് വന്നു. അയ്യോ ഇത് കൊള്ളാമല്ലപ്പാ എന്ന് വിചാരിച്ചു. എന്നിട്ട് അത് ആദ്യത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നല്ല ഹെയർ സ്റ്റൈൽ നന്നായിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും എസ്റ്റാബ്ലിഷ്. ഏത് സിനിമയിലായിരുന്നു ആദ്യം ചെയ്ത്? ലജ്ജാവതി സിനിമയിലെ സീതയിൽ എല്ലാത്തിലും ചെയ്തു. എന്റെ സ്വന്തം മുടി തന്നെ ഇങ്ങനെ വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രേമഗീതങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുള്ള ബ്ലൗസും പഫ് ബ്ലൗസും ഈ ക്ലോസ് നെക്കൊക്കെ കൊണ്ടുവന്നു പ്രേമഗീതങ്ങള്. പിന്നെ ആയപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സ്റ്റൈലിന് തന്നെ അംബിക ഹെയർ സ്റ്റൈൽ എന്ന പേരും വന്നു, വിഗിന് അംബിക വിഗ് എന്ന പേരും വന്നു. ഏത് ഫിലിം എടുത്തു കഴിഞ്ഞാലും ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും, ലെഫ്റ്റോ റൈറ്റോ എവിടെയെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടാവും. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ അത് മഞ്ഞയായിരിക്കും. ചേച്ചിയുടെ ഒരു ഇതില് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലവർ പറയും മനസ്സിന്റെ സൗന്ദര്യമാണ്, ഒരു അങ്ങനെയൊക്കെ പറയും. ലുക്കും വേണം, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന, നമ്മൾ ഒരാളിനോട് പെരുമാറുന്നതും വെച്ചാണ് ഭംഗിക്ക് ഭംഗിയുണ്ട്. അത് എന്റെ അഭിപ്രായം. അടിപൊളി. പിന്നെ ചേച്ചി രാഷ്ട്രീയം, അതായത് ഇപ്പൊ എല്ലാ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയില്ല. വരുന്നെങ്കിൽ വരട്ടെ, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാനൊരു ചാൻസ് കൊടുത്ത് നോക്കൂ. സക്സസ് ആയില്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചാൽ പോരെ. അതെ, അപ്പൊ നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ? എനിക്ക് തോന്നി അടുത്ത ചോദ്യം അത് തന്നെ ആയിരിക്കും എന്ന്. എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമാണ്. ഡയറക്ടർ ബാലേന്ദ്ര മേനോൻ ചേട്ടന്റെ പടത്തിനെ പോലെ ഇഷ്ടമാണ്. പക്ഷേ അവിടെ ഒരു പക്ഷേ കിടക്കുന്നുണ്ട്. നോക്കാം. രാഷ്ട്രീയമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പറഞ്ഞില്ലേ, മറ്റേ ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞ പോലെ ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്ന് നിൽക്കുമായിരിക്കും. അതെ, അപ്പൊ എന്തായാലും നമുക്കൊരു ശുഭ പ്രതീക്ഷയിൽ കാത്തിരിക്കാം ആ വരവിന്. അല്ലെങ്കിൽ നമുക്ക് സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്യൂട്ടക്സ് ഒക്കെ ഇട്ട്. പിന്നെ അല്ലാതെ എന്താന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് എന്റെ സിനിമ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അതെ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ അപ്പൊ ചേച്ചി, നമുക്ക് അതായത് ഒരു ചെറിയൊരു ഗെയിം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിയെ പോലെയുള്ള ഒരു ആക്ട്രസിനെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, മാത്സ് അല്ലെങ്കിൽ മാത്സ് അല്ല, ഓൺലി എന്റർടൈൻമെന്റ്. റെഡി? അപ്പൊ പ്രോപ്പർട്ടി വരട്ടെ. അപ്പൊ ചേച്ചി ഇതാ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എന്റെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഗെയിമിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണ്ടി ഒരു അടിപൊളി സമ്മാനം എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഗെയിം സെക്ഷനിലേക്ക് കിടക്കാം. ഇതില് എന്താണോ അത് അഭിനയിച്ച് കാണിച്ചു തരാം, ഞാൻ അത് പറയാൻ ശ്രമിക്കാം. റെഡി? ഫസ്റ്റ് ചേച്ചിയുടെ സിനിമ, ലാലേട്ടന്റെ സിനിമ, മീശ, കിരീടം, ഇത് രാജാവിന്റെ മകൻ. യെസ്, രാജാവിന്റെ മകൻ. അപ്പൊ ആദ്യം നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് 2 വാക്ക്. ഒന്നാമത്തെ വാക്ക് തന്നെ 2 ആണോ? 0 2 0 2 0 20 20-ാം നൂറ്റാണ്ട്. അടിപൊളി. ചേച്ചിയുടെ സിനിമ, അതും ലാലേട്ടന്റെ. ലാലേട്ടൻ കള്ളു കുടിച്ച് അഭിനയിച്ച സിനിമ, കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച സിനിമ. ചേച്ചി കല്യാണം കഴിച്ച് കഴിച്ചു. ആര്? ലാലേട്ടൻ. വേറെ ആള് ചേച്ചി കല്യാണം കഴിച്ചു.
ലാലേട്ടൻ ഓ ചേച്ചിയെ കല്യാണം കഴിച്ചു വേറെ ആള്. ലാലേട്ടൻ അത് കണ്ട് സങ്കടപ്പെട്ട് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു. അതാണോ? ഓക്കെ. ചേച്ചിയുടെ സിനിമയാണ്, പക്ഷെ ലാലേട്ടന്റെ സിനിമയാണ്. ചേച്ചി വേറെ ആളെ കല്യാണം കഴിച്ചു. വേറെ ആളെ കല്യാണം കഴിച്ച സിനിമ ഏതാണ്? വഴി. ആ വഴിയോരം. ആ വഴിയോരത്ത് നോക്കി നിന്നു, വഴിയോരത്ത് കണ്ടു നിന്നു, വഴിയോരത്തെ കാഴ്ച, വഴിയോര കാഴ്ച, വഴിയോര കാഴ്ച, വഴിയോര കാഴ്ചകൾ. ജയിച്ചു ജയിച്ചു ജയിച്ചു, അടിപൊളി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്ന് ആ സിനിമ ഓർക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ചേച്ചി വേറെ ആള് കല്യാണം കഴിച്ചു പറയണു, കണ്ണുപിടിച്ചു പറയുന്നു. ഓക്കെ, അടിപൊളി. ആ ചേച്ചിയുടെ സിനിമയാണ്. 2 വാക്കുണ്ട്. ഒന്നാമത്തെ കിളി കൂട്. കിളിക്കൂട്, കാറ്റത്തെ കിളിക്കൂട്. കിളിയുണ്ടോ? കിളി ഇല്ല, കിളിയില്ല. അപ്പൂപ്പൻ താടി, അപ്പൂപ്പൻ താടി. ആ ഇതെന്താണ്? കിളി, കിളി, കാക്ക. ആ ഇതെന്തൊന്ന്? പള്ളിയാ? പ്രാർത്ഥന. കാക്ക പ്രാർത്ഥിച്ചു. അപ്പൂപ്പൻ താടി, അപ്പൂപ്പൻ താടി, കാക്ക, കാക്കോ, കാക്കോത്തിക്കാവിൽ അപ്പൂപ്പൻ താടികൾ, തടികൾ, താടികൾ. ഓ, ഇത് അമ്പലം. എന്താ ഉദ്ദേശിച്ചത് കൊണ്ട്? കാക്കോത്തിക്കാവ്. ഓ, കാവ്, കാക്കോത്തിക്കാവ്. എന്തായാലും കിടിലായിരുന്നു. ചേച്ചി വയറുവേന എടുക്കണ്ടോ? അതെ, എനിക്ക് ചിലത് കാണിക്കാനായിട്ട് നമ്മളൊന്ന് വഴിയോര ഓരം കാണിച്ചിട്ട് പോലും. പിന്നെ വേറെ അപ്പൂപ്പൻ കാക്കോത്തിക്കാവിൽ, അപ്പൊ അതൊക്കെ ഉള്ളു. പക്ഷെ ചേച്ചി നല്ല ആ ഒരു ചങ്കൂറ്റം എടുത്ത് എല്ലാം എന്നെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് പറയിപ്പിച്ചു. അങ്ങനെ സമ്മാനം നേടിയിരിക്കുകയാണ്. ഇന്ന് ആരാണ് ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആ അതുല്യ പ്രതിഭ ആരാണ് നമുക്ക് നോക്കാം. ആദ്യം ഒരു വിഷ്വൽ കാണാം. ഞാൻ ചിത്തിര. ഞാനൊരു വയലിനിസ്റ്റാണ്. BEd മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. എൻ്റേത് ഒരു സംഗീത കുടുംബമാണ്. അച്ഛൻ കൈപ്പട്ടൂർ രാധാകൃഷ്ണൻ, വയലിനിസ്റ്റാണ്. അമ്മ സിന്ധു, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ സംഗീത അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. സ്കൂളിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് കാലഘട്ടത്തിൽ കലാതിലകം ആയിരുന്നു. പിന്നെ കോളേജിലെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിട്ടുണ്ട് വയലിനിൽ. വയലിനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പാട്ട് പാടും. അച്ഛനും അമ്മയും തന്നെയാണ് കുട്ടിക്കാലം മുതലേ എൻ്റെ ഗുരുക്കന്മാർ. വയലിനിൽ അച്ഛനും പാട്ടിൽ അമ്മയും. വീട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൂടെ ചെന്നിരിക്കും, അല്ലെങ്കിൽ കേട്ട് പഠിക്കും. അങ്ങനെയാണ് എൻ്റെ പഠിത്തം നടന്നു പോകുന്നത്. മധുര മധുര മീനാക്ഷി മധുരാപുരി നിലയേ അംബ. ഞാൻ ചെറിയ രീതിയിൽ കവിത എഴുതും. കോവിഡിൻ്റെ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു കവിതയാണ്. നമുക്കതിജീവനത്തിൻ്റെ പാഠം പഠിച്ചിടാം, ഭീതിയില്ലാതെ കരുത്തരായി മുന്നേറും എവിടെയും സത്യത്തിൻ വിത്തു വിതയ്ക്കുകിൽ. ലോകരക്ഷയ്ക്കായി പ്രയത്നിച്ചിടാം, നമുക്കതിജീവനത്തിൻ്റെ പാഠം പഠിച്ചിടാം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഴിവുകളുള്ള, ആരും അറിയപ്പെടാതെ പോകുന്ന കുറേ സ്ത്രീകളുണ്ട്. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമൃത TV ഒരുക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെ റെഡ് കാർപ്പറ്റിലേക്ക് വരികയാണ്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്തിര.
ചിത്തിര എന്നുള്ള പേര് കേൾക്കുമ്പോ ഒരു മലയാളത്തോ ഇങ്ങനെ നമ്മൾ പഴയ കാലത്തെ ചില പേരുകൾ പറയില്ലേ? അതെ അതെ. നാളെ ചിത്തിരയാണോ? അതെ. ആ അത് ഈ കാർത്തിക ചിത്തിര എന്നൊക്കെ പറയുന്നത്. എന്റെ നാളും ചിത്തിരയാണ്. പിന്നെ എന്താണ് ചിത്തിര വേറെ വിശേഷങ്ങൾ? ചിത്തിര ഒരു അസല് പാട്ടുകാരിയാണ്, നന്നായി വയലിൻ വായിക്കും, അങ്ങനെ ഒരു സകല കലാ വല്ലഭിയാണ് അല്ലേ? വേറെ എന്തെങ്കിലും ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹോബീസ് ഞാൻ വയലിൻ പിന്നെ കീബോർഡ് കുറച്ച് പഠിച്ചിട്ടില്ല. സോങ്സ് ഒക്കെ അത്യാവശ്യം വായിക്കും. പിന്നെ അച്ഛൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാറുണ്ട്, മാരേജ് ഫംഗ്ഷൻസിനൊക്കെ പ്രോഗ്രാം ചെയ്യാം. അമ്മയുടെ കൂടെ കോൺസേർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഡാൻസും പഠിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എല്ലാം കൊണ്ടും ഗംഭീരമായ ഒരു കലാകാരിയാണ്. ചേച്ചിക്ക് എന്താണ് ഈ ചിത്രയോട് ചോദിക്കാനുള്ളത്? ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പാട്ട് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു 4 വരി കേട്ടാൽ പാടാൻ പറ്റുമോ? ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും? ആദ്യമേ തന്നെ അംബിക മാഡത്തിനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ അമൃത ടിവിയോട് നന്ദി പറയുന്നു. തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമാണ്. അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും അത് കൂടുതൽ അറിയുന്നത്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന ആരാന്ന് അവരെ പരിചയപ്പെടാം. അപ്പോ ഒരു നീണ്ട നിരയുണ്ട്. നമുക്ക് ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം. അപ്പൊ അച്ഛൻ അമ്മയൊക്കെയാണ് ഇതിന് പിന്നിലുള്ള ശക്തി എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് മോളുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഇതിൽ പുഷ് ചെയ്തിട്ടാണോ അത് സ്വന്തമായിട്ട് ആള് നന്നായി എല്ലാം ചെയ്യോ? അവള് പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം മുതലേ ആ സംഗീതം കേട്ട് ഉള്ള ഒരു പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് അവള് തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ഇനി നമ്മുടെ അമ്മ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കേണ്ട അമ്മയോട് ചോദിക്കാം. അമ്മയാണ് മ്യൂസിക് ടീച്ചർ അല്ലേ? അതെ. അമ്മയുടെ പേര് സിന്ധു ഭൈരവി രാഗത്തിൽ ഒരു കീർത്തനം അങ്ങോട്ട് ആലപിച്ചാലോ? എങ്ങനെയാണ് അമ്മ? പറയൂ, അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവള് അങ്ങനെ നമ്മളായിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പഠിപ്പിച്ചിട്ടില്ല. വീട്ടിൽ ക്ലാസ് എടുക്കുന്നതൊക്കെ കേട്ട് അതിനിടയ്ക്കാണ് സ്കൂളിലെ പഠിത്തവും കോളേജിലെ പഠിത്തവും എല്ലാം. അതെ. അപ്പൊ എന്തായാലും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇത് വുഡ് ബി മദറിനിലോയാണ്. ആരുടെ? ചിത്രയുടെ. അത് ശരി, കല്യാണം കഴിക്കാൻ പോവാണ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കന്നിപ്പൂമാനം. ഇത് സിസ്റ്റർ-ഇൻ-ലോ ആണ്, ഫ്രണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം.